നമസ്കാരം. ഇന്നത്തെ റെസിപ്പി ഓട്സ് ഫിംഗറാണ്. ഇതിൻ്റെ വീഡിയോ നോക്കാം. ചുവട് കട്ടിയുള്ള ഒരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1.5 കപ്പ് ഓട്സ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം തീ ഹൈ ഫ്ലെയിമിൽ വെച്ച് വറുത്തെടുക്കാം. 5 മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി. പാകത്തിന് വറവായി കിട്ടും. ഓട്സിന് കുറേ ഗുണങ്ങളുണ്ട്. കൊളസ്ട്രോൾ കുറയ്ക്കാനും ബ്ലഡ് ഷുഗർ ലെവൽ നിയന്ത്രിക്കാനും സഹായിക്കും. മിനറൽസ് ധാരാളം ഉണ്ട്. അതുപോലെ ആൻറ്റി ഓക്സിഡൻസും ഉള്ളതുകൊണ്ട് നീർക്കെട്ട് കുറയ്ക്കും. ഹൃദയ ആരോഗ്യത്തിന് നല്ലതാണ്. ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കും. പ്രോട്ടീനും ഫൈബറും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് വറവ് ആയിട്ടുണ്ട്. ഇനി തണുക്കാൻ വെച്ച് തണുത്തതിന് ശേഷം പൊടിച്ചെടുക്കാം. അടുത്തതായി 3 ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയെടുക്കണം. കുക്കറിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് കഴുകി ഇട്ട് കൊടുക്കാം. മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. 3 എടുത്തിട്ടുണ്ട്. ഇനി മൂടി വെച്ച് 3 വിസിൽ കൊടുത്താൽ മതിയാകും. അടുത്തത് വഴറ്റിയെടുക്കാനുള്ളത് ശരിയാക്കിയെടുക്കാം. 2 സവാള, 1 ഇഞ്ച് നീളത്തിൽ ഇഞ്ചി, 4 പച്ചമുളക് എന്നിവ എടുത്തിട്ടുണ്ട്. സവാളയും ഇഞ്ചിയും തൊലി കളഞ്ഞ് കഴുകി ചെറുതാക്കി അരിഞ്ഞു വയ്ക്കാം. പച്ചമുളക് കഴുകി തണ്ട് കളഞ്ഞ് അരിഞ്ഞു വയ്ക്കാം. ഇനി ഇതിൽ ചേർക്കാനുള്ള പനീർ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് പനീർ വേണം. ഇത് തണുപ്പ് പോയി കഴിഞ്ഞാൽ ഗ്രേറ്ററിൽ ചുരണ്ടിയെടുക്കാം. കുക്കർ തുറന്നു നോക്കാം. ഉരുളക്കിഴങ്ങ് വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങിൻ്റെ തൊലി മാറ്റിയെടുക്കാം. വലിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 കഷ്ണമാക്കി മുറിച്ച് വേവിക്കാം. ഇത് ഇടത്തരം ഉരുളക്കിഴങ്ങാണ്. ഇതിപ്പോൾ വെന്തിട്ടുണ്ട്. എല്ലാം തൊലി കളഞ്ഞ് എടുക്കാം. നല്ലപോലെ വെന്തതുകൊണ്ട് തൊലി മാറ്റിയെടുക്കാൻ എളുപ്പമാണ്. എല്ലാം ഒരു ബൗളിലിട്ട് കൊടുക്കാം. ഇനി ഇത് ഉടച്ചെടുക്കണം. ഫോർക്ക് കൊണ്ടോ കൈ കൊണ്ടോ ഉടയ്ക്കാം. പനീർ ഇപ്പോൾ തണുപ്പ് കുറഞ്ഞിട്ടുണ്ട്. ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തത് വഴറ്റാനുള്ള പാൻ സ്റ്റൗവിൽ വയ്ക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ചൂടായാൽ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടായി വരുന്നുണ്ട്. സവാള ചേർത്ത് കൊടുക്കുന്നു. കുറച്ച് സമയം ഇളക്കി കൊടുക്കണം. കുറച്ച് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് പച്ചമുളക്, ഇഞ്ചി എന്നിവ അരിഞ്ഞത് ചേർക്കാം. പിന്നീട് 2 ടേബിൾ സ്പൂൺ മല്ലിയില അരിഞ്ഞത് ചേർക്കാം. അതുപോലെ 2 തണ്ട് കറിവേപ്പില അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. ഇനി ഉപ്പ് 1 ടീസ്പൂൺ ചേർക്കാം. പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് സമയം വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് പനീർ ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നു. വീണ്ടും കുറച്ച് സമയം ഇളക്കണം. മുഴുവനും ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. അടുത്തത് പൊടിച്ചു വെച്ച ഓട്സ് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഗരം മസാല 1 ടീസ്പൂൺ ഇടാം. ഒരു ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം ചിക്കൻ മസാല ചേർത്താലും മതി. ഇനി ഫ്ലെയിം ചെറുതാക്കി വെച്ച് ഉരുളക്കിഴങ്ങ് ഉടച്ചത് ചേർത്ത് കൊടുക്കണം. ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്.
നല്ലപോലെ ഇളക്കി യോജിപ്പിക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. അതിനുശേഷം തണുക്കാൻ വയ്ക്കാം. ഇപ്പോൾ തണുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി എടുക്കാം. നല്ലപോലെ യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം ചെറിയ ഉരുളകളാക്കി എടുക്കാം. പിന്നീട് ഇതിനെ കുറച്ച് നീളത്തിൽ ഉരുട്ടിയെടുക്കാം. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഓട്സ് ഉള്ളതുകൊണ്ട് നല്ലതുപോലെ ഉരുട്ടിയെടുക്കാനായിട്ട് സാധിക്കും. എല്ലാം ഉരുട്ടിയെടുക്കാം. ഇപ്പോൾ എല്ലാം ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവ് പ്രകാരം 16 എണ്ണം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇത് ഓരോന്നും വറുത്തെടുക്കണം. 2 മുട്ട പൊട്ടിച്ച് പതപ്പിച്ച് വയ്ക്കാം. കുറച്ച് ബ്രെഡ് പൊടിയും വേണം. ഞാൻ 4 ബ്രെഡ് ഓവനിൽ വെച്ച് ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഓവനിൽ 2 മിനിറ്റ് വെച്ച് പിന്നീട് തിരിച്ചിട്ട് 2 മിനിറ്റ് കൂടി വെച്ചാൽ ബ്രെഡ് ഹാർഡായി കിട്ടും. തണുത്തു കഴിഞ്ഞാൽ പൊടിച്ചെടുക്കാം. ഇനി പാൻ സ്റ്റൗവിൽ വെച്ച് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കൂടുതൽ എണ്ണ ആവശ്യമില്ല. കാരണം എല്ലാം വഴറ്റിയ ഇൻഗ്രീഡിയൻസ് ആയതുകൊണ്ട് വേഗം വറുത്തെടുക്കാം. എണ്ണ ചൂടായാൽ ഉരുട്ടി വെച്ചത് ഓരോന്ന് എടുത്ത് ആദ്യം മുട്ട പതപ്പിച്ചതിൽ മുക്കി പിന്നീട് ബ്രെഡ് പൊടിയിൽ മുക്കി എണ്ണയിൽ ഇട്ട് കൊടുക്കാം. തീ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കണം. ഓരോന്നും ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ മൊരിഞ്ഞ് കിട്ടും. ഓരോന്നും മുട്ട പതപ്പിച്ചതിൽ മുക്കി പിന്നീട് ബ്രെഡ് പൊടിയിൽ മുക്കണം. തിരിച്ചിട്ട് കൊടുക്കണം. ചെറുതായി ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. കോരിയെടുക്കാം. കോരിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഉരുളകളും ഇട്ട് കൊടുത്ത് വറുത്തെടുക്കാം. ബ്രെഡ് പൊടി ഉണ്ടാക്കാൻ സ്റ്റൗവിൽ വെച്ചും ഉണ്ടാക്കാം. തവയിൽ ചെറുതീയിൽ വെച്ച് മൊരിയിച്ചെടുത്ത് ബ്രെഡ് മൊരിയിച്ചെടുത്ത് തണുത്താൽ പൊടിച്ചെടുത്താലും മതി. ഓവനിലും ചെയ്യാം. വളരെ ടേസ്റ്റുള്ള ഒരു സ്നാക്കാണിത്. വേഗം തന്നെ മൊരിഞ്ഞു കിട്ടുന്നതുകൊണ്ട് അധികം എണ്ണയുടെ ആവശ്യം വരുന്നില്ല. ഇപ്പോൾ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നീളത്തിൽ ഉരുട്ടിയെടുക്കുന്നത് കൊണ്ടാണ് ഓട്സ് ഫിംഗർ എന്ന് പറയുന്നത്. ശരിക്കും കട്ട്ലറ്റിൻ്റെ ടേസ്റ്റാണ് ഇതിനുള്ളത്. സോസ് കൂട്ടി കഴിക്കാം, ഇല്ലെങ്കിൽ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണിത്. നല്ല ടേസ്റ്റാണ്. താങ്ക് യു.